ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്തരം ക്രിയേഷൻസ്. നമുക്കിന്ന് എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് പരിചയപ്പെടാം. ഞാൻ ആദ്യം കാണിക്കുന്നത് ഗോട്ടാപ്പട്ടിക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ്. ഇത് ഗോട്ടാപ്പട്ടി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള കുറച്ച് മെറ്റീരിയൽ, അതായത് സീക്വൻസ് ടൈപ്പ് ആണ്. പക്ഷെ സീക്വൻസ് അല്ല ഇത്. നമുക്ക് ഇതേമാതിരി ഫോൾഡ് ചെയ്ത്, അതായത് കുറച്ച് ഒരു ക്ലോത്ത് ഷേപ്പ് എന്ന ക്ലോത്ത് അല്ല, കുറച്ച് റെക്സിൻ ടൈപ്പ് മാതിരി അടിയിൽ ബാക്കിലുണ്ട്. ഇതേമാതിരിയുള്ള ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഗോൾഡൻ കളറിലെ ഒരു പീസസ് ആണ്. അതേപോലെ സിൽവർ കളറിലെ റൗണ്ട് ഷേപ്പിലുള്ളതുണ്ട്. ഇത് ഒരു 50 ഗ്രാമേ ഉള്ളൂ. ഇത് 50 ഗ്രാമിൽ തന്നെ നമുക്ക് ഒരുവിധം, അതായത് ധാരാളം ഡ്രസ്സസ് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. വെയ്റ്റ്ലെസ് ആണ്. ഇത് സിൽവർ കളറിലെ ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ളതാണ്. അതേപോലെ ഇത് ബോട്ട് ഷേപ്പിലുള്ള ബോട്ട് ഷേപ്പിലുള്ള ഗോൾഡൻ കളറിലുള്ളതും ഇത് ബോട്ട് ഷേപ്പിൽ സിൽവർ കളറിലുള്ളതാണ്. ഇത് ഏകദേശം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഒരുവിധം നന്നായിട്ട് തന്നെ ഗോട്ടാപ്പട്ടി ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗോട്ടാപ്പട്ടി മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതേപോലെ റിബൺ വെച്ചിട്ടാണ്. അതായത് ഈ റിബൺ വെച്ചിട്ട് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടൊക്കെയാണ് ചെയ്യുക. പക്ഷെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ സൈഡ് വിട്ടുപോരാതെ നമുക്കത് തുന്നി പിടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ നമുക്ക് ഇതേമാതിരി ബോർഡേഴ്സ് ഇതേ വെച്ച് അടിച്ചു കൊടുക്കാനോ, അല്ലെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പില്, അതായത് ഇതേമാതിരി ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പില് ഒരു ട്രയാങ്കിൾ മാതിരി കിട്ടും. അപ്പോൾ ഏതെങ്കിലും തിരിച്ചൊന്നും കൂടി ഇങ്ങനെ ആക്കുക. ഇത് ഞാൻ തയ്ച്ച് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും പിന്നെ ഒരു വീഡിയോയില്. ഇങ്ങനെ പോകുമ്പോൾ അതൊരു വി മാതിരി ഒരു ട്രയാങ്കിൾ ഷേപ്പ് ബോർഡറിൽ. അപ്പോൾ ഒരു സൈഡ് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യോക്ക് പോർഷൻ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോ ആന്റി ഗോൾഡൻ കളറിലെയാണ്. അതേപോലെ ഗോൾഡൻ കളറിലുള്ളത് അവൈലബിൾ ആണ്. ആന്റി ഗോൾഡൻ കളറിൽ തന്നെ ഇതൊരു ഏകദേശം 1 സെന്റിമീറ്ററിന് കുറച്ചും കൂടി കൂടുതൽ വിഡ്ത്ത് ഉള്ളതാണ്. ഇത് പക്ഷെ 0.8 സെന്റിമീറ്റർ വിഡ്ത്ത് ഉള്ളതാണ് ഗോൾഡൻ കളറിലുള്ളത്. സിൽവർ കളറിലും അങ്ങനെ പല കളേഴ്സിലും, ഒരു റോസ് ഗോൾഡ് കളറിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. അടുത്തത് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇത് ചെയ്യുന്നത്, ഇതെന്ന് പറയുന്നത് നമ്മുടെ മുകേഷ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ചിക്കൻ കറിയിലൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ്, അതും കൂടി ചേർത്ത് ചെയ്യുന്നത്. ഇതൊരു ഹണി ഗോൾഡൻ കളർ എന്ന് പറയാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറാണ്. ഇത് ആന്റി ഗോൾഡൻ കളറിന്റെ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടും, ഇത് ഡാർക്ക് ഒരു എന്താ പറയാ ഒരു കോപ്പർ ഫിനിഷ് ആയിട്ടുള്ളതും, ഇതൊരു സിൽവർ കളറുമാണ്. സോ ഏകദേശം ഇത് ഇത്രയും സെറ്റ് ആയിട്ട് ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. നമുക്കപ്പോൾ ഇതിപ്പോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പല കളേഴ്സ് ഇതിനകത്ത് ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇതിപ്പോ റെഡ്, ഓറഞ്ച് അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ് നമുക്ക്. പക്ഷെ എന്നാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല ഡ്രസ്സസിലും ഗോൾഡൻ, സിൽവർ ആ ഒരു കളേഴ്സ് ആണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഇത് മെറ്റൽ സ്ട്രിപ്പ് ആണ്, എന്നാൽ വളരെ കനം കുറഞ്ഞ ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ കൂടുതലും ചിക്കൻ കാരിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിന് എംബ്രോയിഡറി ത്രെഡ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഇത് രംഗോലി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ. ഇതിപ്പോ നമുക്ക് ഇങ്ങനെ അവൈലബിൾ ആണ്. അപ്പൊ ഇതായിരിക്കും കൂടുതലും നല്ലത്. ഇതിന്റെ നമുക്ക്, അതായത് ഞാനിപ്പോ വീഡിയോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ രംഗോലി ത്രെഡ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് കളർ ഫാസ്റ്റിംഗ്, കളർ ഇതാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഒരു നമ്മുടെ ആങ്കർ ബ്രാൻഡിന്റെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തത് ഇതിപ്പോ ഫുൾക്കാരി ദുപ്പട്ടയൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ ഈ സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്നതാണ്. 5 രൂപയ്ക്കൊക്കെ നമുക്ക് ധാരാളം ഒരു ഷോൾ മൊത്തത്തിൽ ചെയ്യാൻ, അറച്ച് ചെയ്താൽ പോലും. ഇപ്പൊ രാജസ്ഥാനി കുറച്ച് വർക്കുകൾക്കൊക്കെ ഈ ഒരു ടൈപ്പ് സീക്വൻസ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഡ്രസ്സിൽ യൂസ് ചെയ്യാനായിട്ട് ഇതേമാതിരി ബീഡ്സുകള്, ഇതേമാതിരി ഇത് ഗോൾഡൻ കളറിലാണ്. ഇത് ഇപ്പൊ ജസ്റ്റ് തുന്നൽ അറിയാവുന്നവർക്ക് പോലും ഇതേമാതിരി കുറച്ച് ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തുന്നി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഡിസൈൻ ചെയ്ത മാതിരി ഒരു ഫീല് നമുക്ക് കിട്ടും. ഇതതിന്റെ വൈറ്റ് കളറാണ്. ഞാനിത് വെച്ചിട്ട് ഓർണമെന്റ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതെനിക്കൊരു ഓഫറിന് വളരെ വില കുറച്ച് കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചതാണ്. കാരണം ഇതൊന്ന് നന്നായിട്ട് അടച്ച് ഇതേമാതിരി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയാ നശിച്ചു പോകുന്ന ഒരു ഐറ്റം അല്ല. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒരു 1/2 കിലോയോളം, അതായത് 450 ഗ്രാമോളം ഒരു 120 റേറ്റിന് കിട്ടിയതാണ്.
ഇത് സീക്വൻസ് ആണ്. ഇതൊരു 100 ഗ്രാമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ധാരാളം കുറേ ഡ്രസ്സുകൾ ചെയ്യാനായിട്ട് ഇത് ആവശ്യം ഇത്രയും മതിയാകും. ഇതൊരു ആന്റി ഗോൾഡൻ കളറിലെ സീക്വൻസ് ആണ്. വളരെ ഈ ഒരു സൈസ് നമുക്ക് കോമൺ ആയിട്ട് ഡ്രസ്സുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സൈസ് തന്നെയാണ്. കളറും അതേപോലെ തന്നെ. അടുത്ത ഇതെന്ന് പറയുന്നത് മൾട്ടി കളറിൽ കുറച്ച് വൈറ്റും ഒരു സിൽവർ കളറിലെയും സീക്വൻസുകൾ കുറച്ച് മേടിച്ചിരിക്കുന്നതാണ്. ഇത് ഒരു ഓഫറിന് വന്നത് തന്നെയാണ്. ഇതും ഇത് 50 ഗ്രാമേ ഉള്ളൂ. 50 ഗ്രാമിന് ഏകദേശം 50-60 രൂപയ്ക്ക് എനിക്ക് അന്ന് കിട്ടിയതാണ്. ഇപ്പം അതെന്ത് റേറ്റ് ആണെന്ന് എനിക്കറിയില്ല, നോക്കേണ്ടി വരും. അടുത്ത നമ്മൾ ത്രെഡായിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ രംഗോലിയുടെ ത്രെഡ് കാണിച്ചു, സ്കീനായിട്ട് വരുന്ന ത്രെഡാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതേമാതിരി നമുക്ക് ബോളായിട്ട് ആങ്കറിന്റെ ത്രെഡ്, അതായത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. സാധാ എംബ്രോയിഡറിക്കൊക്കെ ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പക്ഷെ ചിക്കൻ കറി ചെയ്യുമ്പോൾ ഈ സ്കീനായിട്ടുള്ളത് തന്നെയായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ ത്രെഡാണ്. ഇതെന്ന് പറയുന്നത് പേൾ കോട്ടൺ ആണ്. ആങ്കറിന്റെ പേൾ കോട്ടൺ എന്ന് പറയും ഈ ഒരു ടൈപ്പ്. ആങ്കറിന്റെ പേൾ കോട്ടൺ ആ ബ്രാൻഡ്, അത് ആ ഒരു ഇത് നല്ലതായിരിക്കും. ഇതൊരു 10 ഗ്രാം ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്കൊരു ഒരുവിധം ആവശ്യത്തിനുള്ളത് യൂസ് ചെയ്യാൻ പറ്റും ഒരെണ്ണം വെച്ചിട്ട്. എന്നാൽ ഇതൊരെണ്ണത്തിന് 35 റുപ്പീസാണ് ഇതിന് പ്രിന്റിംഗ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അത് ഇപ്പോൾ ആമസോൺ സൈറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. എന്നാൽ ഞാൻ സാധാരണ ഓർഡർ ചെയ്യുന്നത് പ്രധാൻ എംബ്രോയിഡറി സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു സൈറ്റിൽ നിന്നാണ്. അതിൽ നമുക്കൊരു 30-35 ഈ ഒരു റേറ്റിൽ തന്നെ ഐറ്റംസ് അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോൾ കൊറോണയുടെ ടൈം ആയതുകൊണ്ട് ഇപ്പൊ കുറച്ച് അതിനകത്ത് ഐറ്റംസ് കുറവാണ്, നമുക്ക് മേടിക്കാൻ സാധിക്കുന്നില്ല. ഇനി അടുത്തത് ഞാൻ കാണിക്കുന്നത് മാതിരി കുറച്ച് കോയിൻസ് മാതിരി ഉള്ളതാണ്. നോക്കാം, ഇത് നമുക്ക് ഓർണമെന്റ്സ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യാം. അതേപോലെ ഡ്രസ്സസിൽ തന്നെ ആയാലും ഇത് ഈ കച്ച് വർക്ക് ഒക്കെ ചെയ്തതിന് ശേഷം ഇതും കൂടി കുറച്ച് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന മാതിരിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സോ ഇതും കുറച്ച്, ഇത് 100 ഗ്രാംസ് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഏകദേശം 100 രൂപയുടെ അടുത്താണെങ്കിലും ധാരാളം ഉണ്ട്. ഒരു 10-20 ഡ്രസ്സേഴ്സ് സുഖമായിട്ട് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. ഡ്രസ് ഓർണമെന്റ്സ് ആണെങ്കിലും അറിയാലോ, ഈ ഒരു ത്രെഡ് വെച്ചിട്ട് കുറച്ച് എന്തെങ്കിലും ഓർണമെന്റ്സ് മാതിരി ഒരു ബേസ് കൊടുത്തതിന് ശേഷം അതിൽ ഈ ഒരു സീക്വൻസും കൂടി ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഒരു നമ്മുടെ ആവശ്യത്തിന് കളേഴ്സിൽ ത്രെഡ് എടുത്ത് നമുക്ക് അങ്ങനെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മളത് കയ്യിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളത് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ. സോ ഇതാണ് പിന്നെ അടുത്തതായിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് ഈ ഒരു ത്രെഡുകളും ആവശ്യമുണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. എംബ്രോയിഡറീസ് ചെയ്യുമ്പോഴൊക്കെ ഇതേമാതിരി സിൽക്ക് ത്രെഡുകളും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ മാക്സിമം ഹാൻഡ് എംബ്രോയിഡറിക്ക് ഏറ്റവും നല്ലത് ഈ ആങ്കറിന്റെ അല്ലെങ്കിൽ ഇതേമാതിരി സ്കീൻസ് ത്രെഡാണ്. അടുത്തത് ഇതെന്ന് പറയുന്നത് ഞാൻ ഓർണമെന്റ് ജ്വല്ലറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നൈലോൺ ത്രെഡാണ്. ഒരു 0.16 mm തിക്നെസ് ഉള്ള ഒരു ടങ്കീസ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. ആ ഒരു ടൈപ്പാണ്. വളരെ നൈസ് ആയിട്ടുള്ള നൈലോൺ ത്രെഡ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ബീഡ്സ് ഒക്കെ കോർത്ത് നല്ല ഓർണമെന്റ്സ് ചെയ്തെടുക്കാൻ സാധിക്കും. ബീഡഡ് ഓർണമെന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരിയുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ആദ്യം നമുക്ക് ഇനി ഫ്രെയിംസ്, എൻ്റെ കയ്യിലുള്ള ഫ്രെയിംസ്, ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്രെയിംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഇത് 6 സെന്റിമീറ്റർ വിഡ്ത്തുള്ളതാണ്. സോറി 6 സെന്റിമീറ്റർ അല്ല, 6 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു ഫ്രെയിമാണ്. ഞാൻ ഇതിനകത്ത് ഈ ത്രെഡ് നമ്മുടെ ഈ ഒരു കോട്ടൺ ഇത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടി ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കുറച്ചും കൂടി മെറ്റീരിയൽസ്, ഇപ്പോൾ ചിക്കൻ കറി വർക്കൊക്കെ ചെയ്യുമ്പോൾ അതൊന്ന് അത്രയും തിന്നായിട്ടുള്ള ഒരു ഫാബ്രിക്കിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതത് കുറച്ചും കൂടി എന്താ പറയുക, ഡാമേജ് ആവാതെ ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഒരു 8 ഇഞ്ച് വിഡ്ത്ത് ഡയമീറ്റർ വരുന്നതാണ്. ഇതും കുറച്ച് ഒരു 10 ഇഞ്ചോളം ഡയമീറ്റർ വരുന്നതാണ്. ഇത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. കയ്യിൽ പിടിച്ച് ചെയ്യാൻ എപ്പോഴും കംഫർട്ടബിൾ ചെറുതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡോട് കൂടിയുള്ളത് ചെയ്യണം. സ്റ്റാൻഡോട് കൂടിയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് സ്റ്റാൻഡ് വരുന്നത്. ഇതിപ്പോ പല സൈസിൽ, ഇപ്പോൾ 16 ഇഞ്ചിന്റെയും അതിന് മേലോട്ട് ഇതിങ്ങനെയാണ് അതിന്റെ ഫ്രെയിം. ഇത് ഞാൻ ഇതേമാതിരി ഇതിന് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇത് പറഞ്ഞ പോലെ ഡ്രസ്സിന് ഇതിന് അതൊന്നും ടിയർ ആവാതിരിക്കാൻ, കുറച്ച് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതേമാതിരി ഇതിന്റെ അകത്ത് ഡ്രസ്സ് വെച്ചതിന് ശേഷം ഇതേമാതിരി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. ഞാനിത് കുറച്ച് ലൂസാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ആട്ടം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതിൽ ചിലത് ഇത് ഈവൺ അല്ലാത്തതിന്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ടെങ്കിലും
പക്ഷെ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഒന്ന് ചെയ്യാം. ഇപ്പോൾ TV കാണുമ്പോഴാണെങ്കിലും ഒന്ന് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ 2 കൈയും ഫ്രീ ആയിരിക്കും. നമുക്ക് ആ ഫ്രെയിം പിടിക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടാണ് ഇതേമാതിരി ഫ്രെയിമിൽ വെച്ച് ചെയ്യാനായിട്ട്. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഇത് ട്രേസിംഗ് പേപ്പറാണ്. ഇത് ഞാൻ embroiderymaterial.com സൈറ്റിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. അവർ തന്നെ ആമസോണിലും ഇത് കൊടുക്കുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഞാൻ അതിന്റെ ഒരു പീസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഐറ്റം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഡിസൈൻസ് ഇതേമാതിരി ഡ്രോ ചെയ്തിരിക്കുന്നതാണ്. ഇതിന്റെ ഒരു വശം ഇച്ചിരി എന്താ പറയാ ഒരു ഇത് ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതും ഇവിടെ കുറച്ച് സ്മൂത്ത്നെസ് കുറവുള്ള ഒരു വശമാണ്. ഇവിടെ നമുക്ക് ഇതേമാതിരി നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കും. എന്നാൽ ഈ ഒരു സൈഡിൽ നമുക്കത് വരയ്ക്കാൻ സാധിക്കില്ല, അത്രയും ഇതായിട്ട് വരില്ല. എന്നാൽ ഇത് കുറച്ച് മാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വരച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങനെ അങ്ങോട്ട് മാഞ്ഞു പോകുന്നില്ല. കുറച്ച് മായും, പക്ഷെ ഇത് വരച്ചെടുത്ത് വെക്കാം. മാക്സിമം ഇത് OHP മാർക്കറൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്കിത് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. കാരണം പ്ലാസ്റ്റിക് മാതിരിയുള്ളൊരു മെറ്റീരിയലാണ്, പേപ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. സോ അതിനകത്ത് നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അത് ഏകദേശം 18 മീറ്ററോളം നീളമുണ്ട്. ഇതിന്റെ ഓരോന്നും ആമസോണിൽ ഉള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ നോക്കുക ഇപ്പോഴുള്ള റേറ്റ്. ഇനി അടുത്ത ഞാൻ കുറച്ച് നീഡിൽസ് ആണ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ കാണുന്നത് ആരി വർക്കിന് യൂസ് ചെയ്യുന്ന നീഡിൽസ് ആണ്. ഇത് ആരി വർക്കിൽ ബീഡ്സും സീക്വൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇതെന്ന് പറയുന്നത് ത്രെഡ് യൂസ് ചെയ്യാൻ, ത്രെഡ് വെച്ചിട്ട് ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ടിപ്പ് ഇതേമാതിരി ഒരു ഹുക്ക് മാതിരി ഇരിക്കും. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. A-B-C എന്ന് പറയുന്ന A സൈസ് ഒരു ത്രെഡ് വെച്ച് ചെയ്യാനും B 2 ത്രെഡ് അതേമാതിരി. പക്ഷെ ഇതിനെപ്പോഴും ട്യൂലിപ്പ് ബ്രാൻഡ് ആയിരിക്കും നല്ലത്. ഇത് ഞാനിത് നോർമൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണ്. നോക്കുക, ഇതിന്റെ സൈസ് 7 ആണ്. ഞാൻ പോണിയുടെ നീഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇതെന്ന് പറയുന്നത് ബീഡിങ് നീഡിലാണ്. നമ്പർ 12 ആണ് ഇതിന്റെ സൈസ്. കുറച്ച് വലുതായിരിക്കും. ഇതിൻ്റെ എല്ലാം ഹോള് കുറച്ചും കൂടി ഹോള് എന്താ പറയുക, സോറി, ഇത് നമ്പർ 12 എംബ്രോയിഡറി ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഹോള് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കുറച്ചൊന്ന് ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് കോർത്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഇതേമാതിരി കുറച്ച് വലിയ ഹോളാണ്. അപ്പോൾ നമുക്ക് ത്രെഡ് കോർക്കാനായിട്ട് ഈസി ആയിരിക്കും. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതാണ് ബീഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബീഡ് വർക്ക്, ബീഡ് എന്തെങ്കിലും ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ചെയ്യാനും ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടി, ഏത് നൈസ് ആയിട്ടുള്ള ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടിയും ഇത് കയറി പോകും. അതുമാത്രമല്ല ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്. അതായത് ഇത് നമുക്കൊന്നും ഇങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു നീഡിലാണ്. വളരെ തിന്നാണ്. ഇതിൻ്റെ ഹോളിൽ കൂടി നമുക്ക് ത്രെഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. അതിന് ആ ത്രെഡ് ഹോളിൽ കയറ്റി എടുക്കുന്ന ടൈപ്പ് ആ ഒരു ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആണല്ലോ, അത് വെച്ചിട്ട് ത്രെഡ് കോർക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇനി അടുത്തത് ഇത് ബ്ലെൻഡ് നീഡിൽസ്. ബ്ലെൻഡ് അല്ല, ബ്ലെൻഡ് ടൈപ്പ് ഇതേമാതിരി കുറച്ച് തിക്കായിട്ടുള്ള നീഡിൽസ് ആണ്. അതിനകത്ത് പറഞ്ഞാൽ ബ്ലെൻഡ് നീഡിലാണ്. അതായത് അതിന്റെ ടിപ്പ് അത്ര ഷാർപ്പായിരിക്കില്ല. ഇതിന്റെയും ഈ ഹോൾസ് കുറച്ച് വലുതായിരിക്കും. സോ നമുക്ക് ത്രെഡ് കോർക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇനി അടുത്തത് ഈ കാണിക്കുന്നത് ബിഗ് ഐ നീഡിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബീഡിങ്ങിന് തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു നീഡിലിന്റെ പ്രത്യേകത ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആണെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ജ്വല്ലറീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതേമാതിരി ഒരു ബീഡിൻ്റെ ഉള്ളിൽ നിന്ന് അടുത്ത ബീഡിലേക്കൊക്കെ കയറ്റുമ്പോൾ നമുക്കിങ്ങനെ വളച്ചൊക്കെ എടുക്കേണ്ടി വരും. അതിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു നീഡിലാണിത്. ഇത് മുകേഷ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണ്. ഇത് ഏകദേശം എനിക്കൊരു 150 അതിന് മേലെയോ റേറ്റ് ആയ ഒരു നീഡിലാണ്. എന്നാൽ അതൊരു വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ചെറിയൊരു നീഡിലാണിത്. പിന്നെ ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേക്ക് ഇത് മതിയല്ലോ. പിന്നെ ഒരു രണ്ടാമത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇത് ഇതേമാതിരി ഇത്ര ഈ ഒരു സൈസിലെ നീഡിൽസിലും ആ സ്ട്രിപ്പ് കോർത്ത് നമുക്ക് ഈ വർക്ക് ചെയ്യാവുന്നതാണ്. ഇത് വുളൻ ത്രെഡ്സിലൊക്കെ ത്രെഡ്സ് വെച്ച് ചെയ്യുന്ന വർക്കിൽ യൂസ് ചെയ്യുന്ന നീഡിലാണ്. ഞാൻ തുടക്കത്തിൽ കുറച്ച് വീഡിയോസ് ഇട്ടിരുന്നു. ക്രോഷ്യ നീഡിലാണ്. ഇത് ഇപ്പോൾ ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഏകദേശം ആ സമയത്ത് ഒരു 450 ആ ഒരു റേഞ്ച് ആയിരുന്നു. അപ്പോൾ നമുക്ക് പല സൈസിലുള്ളത് ഈ ഒരൊറ്റ ഇതിനകത്ത് തന്നെ അവൈലബിൾ ആയിരുന്നു. ഇതെല്ലാത്തിനും കൂടി ആ ഒരു റേഞ്ചേ ആയുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് ഞാൻ ചെയ്ത കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. ഇതേമാതിരി വുളൻ ത്രെഡ് വെച്ചിട്ട് വർക്ക് ചെയ്യാനും
ഇത് കോട്ടൺ കുറച്ച് ത്രെഡുകളാണ്. ഇതേമാതിരി നമുക്ക് ഇതും പ്രധാന എംബ്രോയിഡറി സ്റ്റോഴ്സിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ നീഡിൽ. ഇത് ക്രോഷ്യ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇത് നിറ്റിങ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെ ഇതേമാതിരി ബാക്കിൽ റോപ്പുള്ള ടൈപ്പ് തന്നെ വേണമെന്നില്ല. അപ്പൊ എന്റെ കയ്യിൽ ഇത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇത് വെച്ച് ഞാൻ ചെയ്ത കുറച്ച് ഡ്രസ്സസ് ഐറ്റംസ് കാണിച്ചു തരാം. ഞാൻ എന്റെ കുട്ടിക്ക് മോൾക്ക് ചെയ്ത കുറച്ച് ഉടുപ്പുകളാണ്. നമുക്ക് ഈ ഒരു നീഡിൽ വെച്ചിട്ട് ഈ ഒരു ബുള്ളൻ ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ഉണ്ട്. നോക്കുക, ഇതെല്ലാം ഇതേമാതിരി ആ ഒരു നീഡിൽ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ഈ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് ചെയ്തതാണ്. കോട്ടൺ ത്രെഡ് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. ഇത് അടിയിൽ ഒരു സ്കേർട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോപ്പ് ചെയ്തതാണ്. അടുത്തത് ലേഡീസിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഇതൊരു ഷ്രഗ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഡ്രസ്സിന്റെ മുകളിൽ ഇതേമാതിരി ഒന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഏതൊരു പ്ലെയിൻ ടോപ്പിന് മുകളിലും ഇതേമാതിരി ഒന്ന് ചെയ്തിട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇതേമാതിരി ഒരു റോള് ഒന്നോ കുറച്ചും കൂടിയൊക്കെ മതിയാവും. ഈ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കൊരു മീഡിയം സൈസുള്ള ഒരാൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ ലെങ്തി ആയിട്ടുള്ള ഒരു ഷ്രഗ് ചെയ്തതാണ്. കുറച്ച് നീളത്തിലുള്ള ഒരു ഷ്രഗാണ്. ഇതേമാതിരി മുകളിൽ യോക്കായിട്ടുള്ളത് ഇതേമാതിരി ഒരു ഇത് വന്നിട്ട് ഈ ഒരു ഡിസൈൻ ആണ്. എനിക്കിപ്പോ ഞാൻ അതൊരു പ്ലെയിൻ ടോപ്പിന് മുകളിൽ വെച്ച് കാണിച്ചു തരാം. നമ്മുടെ ഡ്രസ്സിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഒരു ഡിസൈനിൽ നമുക്കിതിങ്ങനെ ഇട്ട് ചെയ്യാം. അതേപോലെ ഇതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. നമ്മൾ കുറച്ച് നാള് ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാവുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ തുന്നി ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊക്കെ ഈ ഒരു ഇതിനൊക്കെ എനിക്ക് തോന്നുന്നു 60 ആ ഒരു റേഞ്ച് 60 റുപ്പീസൊക്കെ വരുള്ളൂ. ആ ഒരു ഇതിപ്പോ ചെയ്തെടുക്കാനായിട്ട് എനിക്ക് 2 ഇതേമാതിരിയുള്ള റോളെ ആവശ്യം വന്നുള്ളൂ. ഇത് ഫുൾ ലെങ്ത് ഉണ്ട്. സോ ഈ ക്രോഷ്യയുടെ ഐറ്റംസ് ഞാനിപ്പോൾ ഇതുവരെ വീഡിയോസ് 1-2 ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് ചെയ്യുന്ന രീതി ഞാൻ കുട്ടിക്ക് മോൾക്കൊരു ഉടുപ്പ് ചെയ്ത് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കുക. അതേമാതിരി വേറെ സ്റ്റിച്ചസ് എന്തെങ്കിലും കാണണം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അതിനെപ്പറ്റി വീഡിയോസ് ഇടുന്നതായിരിക്കും. അടുത്തത് ഞാൻ കാണിക്കുന്നത് ഈ നമ്മൾ റിബൺ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് റിബൺ ഇതാണ്. ഞാൻ ഇതിനകത്ത് 2 കളേഴ്സാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. നോക്കുക, ഇത് നമുക്കിപ്പോൾ വീതിയുള്ള ആ നീഡിൽസിൽ തന്നെ ഇതേപോലെ വീതിയുള്ള നീഡിൽസിന്റെ ഉള്ളിൽ നമുക്ക് കോർത്തിട്ട് ഡ്രസ്സിൽ ചെയ്യാവുന്നതാണ്. ഇതേമാതിരി കോർത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇത് ഫ്രണ്ടിനോട്ടൊക്കെ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് പൊങ്ങി നിന്നിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇതെന്ന് പറയുന്നത് റാഫിയ റിബൺ എന്നാണ് പറയുക. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു റിബൺ വെച്ചിട്ടുള്ള എംബ്രോയിഡറീസ് ഒക്കെ ധാരാളം ഇല്ല, നമുക്കിത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഒരു പ്രത്യേക ഒരു ലുക്ക് നിങ്ങൾക്കത് വെച്ചിട്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇത്രയും മെറ്റീരിയൽസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഇതിലുള്ള ഐറ്റംസിനെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.